ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് മുന്നോടിയായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭഗവാനെ ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക. അർജുനനെ വിളിച്ചുകൊണ്ട് വരുന്നതിനായിട്ട് തൻ്റെ സാരഥിയായ ദാരുകനെ ഹസ്തിനപുരത്തിലേക്ക് അയച്ച ഭാഗം വരെയാണ് നമ്മൾ പറഞ്ഞത്. പാർത്ഥൻ വരുന്നതിന് മുമ്പ് തന്നെ തൻ്റെ സ്വർഗാരോഹണം നടക്കണമെന്ന് കൃഷ്ണൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിച്ചതിന് ശേഷം കൃഷ്ണൻ എവിടേക്ക് ചെല്ലുന്നു? ബലരാമൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നു. എന്നിട്ട് പറയുകയാണ്, ജ്യേഷ്ഠ, ഈ പ്രകൃതിയിലെ വ്യത്യാസങ്ങളൊന്നും ജ്യേഷ്ഠൻ കാണുന്നില്ലേ? പണ്ടില്ലാത്തവണ്ണം പല ദുർനിമിത്തങ്ങളും ദ്വാരകയിൽ ഇപ്പോൾ കാണപ്പെടുന്നു. മഹർഷികളുടെ ശാപത്തിൻ്റെ ഫലം അനുഭവിക്കുവാൻ തുടങ്ങുകയാണ് എന്നാണ് തോന്നുന്നത്. ദേവസഭയും പാരിജാതവും തനിയെ ആകാശത്തിലേക്ക് ഉയർന്നു മറഞ്ഞു കളഞ്ഞിരിക്കുന്നു. വാഹനമായ ഗരുഡനെ കാണുന്നതുമില്ല. ഗരുഡാങ്കിത കൊടിക്കൂറകളുടെ നിറം ഇപ്പോൾ മങ്ങിയിരിക്കുന്നു. ധ്വജങ്ങൾ ചാഞ്ഞു നിൽക്കുന്നു. പാഞ്ചജന്യത്തിൻ്റെ പ്രണവ ശബ്ദത്തിനോടൊപ്പം അപശബ്ദങ്ങൾ മുഴങ്ങുന്നു. പൂജാദ്രവ്യങ്ങൾ മലിനപ്പെട്ട് അശുദ്ധമാകുന്നു. ആകാശത്ത് സദാ കൊള്ളിമീനുകൾ കാണുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ദ്വാരകയ്ക്ക് എന്തോ ആപത്ത് അടുത്തിരിക്കുന്നു എന്നാണ്. ഗുരുജനങ്ങളോടും മന്ത്രിമാരോടും വൃദ്ധന്മാരോടും ഞാനിത് പറഞ്ഞപ്പോൾ അവരാരും ഒന്നും മിണ്ടിയില്ല. അതുകൊണ്ട് ഈ ആപത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും കൂടി ഒരു കാര്യം ചെയ്യാം. നമുക്കെല്ലാവർക്കും കൂടി പ്രഭാസ തീർത്ഥത്തിൽ പോയി വ്രതമനുഷ്ഠിച്ചിട്ട് ദേവപ്രീതി വരുത്താം. ദേവകൾ പ്രസാദിച്ചാൽ മുനികളുടെ ശാപം ഫലിക്കില്ല. ഇങ്ങനെ കൃഷ്ണൻ ബലരാമനോട് പറയുകയും കൃഷ്ണൻ ബലരാമനെ കൂടി മായയാൽ മയക്കുകയും ചെയ്യും. അതോടുകൂടി അനുജന്റെ അഭിപ്രായത്തിനോട് ബലരാമൻ യോജിക്കുന്നു. അതനുസരിച്ചിട്ട് രാമൻ വൃദ്ധന്മാരായ മന്ത്രിമാരെയും യാദവ പ്രമാണികളെയും ഉഗ്രസേനനെയും ശൂരസേനനെയും തുടങ്ങിയ ഗുരുജനങ്ങളെയും ഒക്കെ വിളിച്ചു വരുത്തി എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നു. അതായത് പ്രഭാസ തീർത്ഥത്തിൽ പോയി വ്രതമനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത്. ആ സമയത്ത് കൃഷ്ണൻ പറയുകയാണ്, ആപത്ത് ഉണ്ടാക്കുന്നതായ ദുർനിമിത്തങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത്. മുനികളുടെ ശാപം നാം അനുഭവിക്കുവാൻ പോവുകയാണോ എന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒരു ശാന്തിക്കായിട്ട് നമുക്കെല്ലാവർക്കും ഉടൻ തന്നെ പ്രഭാസ തീർത്ഥത്തിൽ പോയി പുണ്യസ്നാനം ചെയ്ത് വ്രതമനുഷ്ഠിക്കാം. അതോടുകൂടി നമ്മുടെ എല്ലാ ശാപങ്ങളും നശിച്ചു പോകും. ദേവപ്രീതി വരുത്തുവാൻ വ്രതങ്ങൾ അനുഷ്ഠിക്കാം. പണ്ട് ഈ പ്രഭാസ തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് പലരും ശാപദോഷം പരിഹരിച്ചിട്ടുണ്ട്. ദക്ഷൻ ചന്ദ്രനെ ശപിച്ചപ്പോൾ ചന്ദ്രൻ ഈ തീർത്ഥത്തിൽ വന്ന് സ്നാനം ചെയ്താണ് ശാപമോചനം നേടിയത്. അതുകൊണ്ട് ഒട്ടും വൈകണ്ട, നമുക്കെല്ലാവർക്കും കൂടി പ്രഭാസ തീർത്ഥത്തിൽ പോയി സ്നാനം ചെയ്ത് ദേവപൂജകൾ നടത്തി നമ്മുടെ ശാപത്തിന് മോചനം വരുത്തണം എന്ന് കൃഷ്ണൻ വീണ്ടും എല്ലാവരോടും പറയുന്നു. അങ്ങനെ കൃഷ്ണന്റെ ഉപദേശം അനുസരിച്ചിട്ട് യാദവന്മാരെല്ലാവരും, സ്ത്രീകളും ചെറുബാലന്മാരും ഒഴിച്ചിട്ടുള്ള എല്ലാ യാദവന്മാരും മുനിശാപം ഫലിക്കുമോ എന്ന് ഭയപ്പെട്ട് പ്രഭാസ തീർത്ഥത്തിലേക്ക് പോകുവാൻ സന്നദ്ധരായി.
സ്ത്രീകൾ പോകുന്നില്ല, കൊച്ചു കുഞ്ഞുങ്ങളും പോകുന്നില്ല. ബാക്കി എല്ലാവരും യാത്രയാകുന്നു. ചിലർ രഥങ്ങളിലും മറ്റു ചിലർ ശകടങ്ങളിലും ചിലർ നടന്നുമൊക്കെയാണ് പ്രഭാസ തീർത്ഥത്തിലേക്ക് പോകുന്നത്. ആ സമയം ഉദ്ധവര് മാത്രം അവരുടെ കൂടെ പോയില്ല. ആ ഭക്തോത്തമൻ കൃഷ്ണന്റെ അടുക്കൽ വന്നിട്ട് ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഭഗവാനെ കൃഷ്ണ, അവിടുന്ന് എന്തൊക്കെയോ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് അടിയന് തോന്നിപ്പോകുന്നു. മായാവിലാസങ്ങൾ അവസാനിപ്പിച്ചിട്ട് അവിടുന്ന് ജീവിത യവനികയിൽ മറയുവാൻ തുടങ്ങുകയാണോ? ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, ഉദ്ധവരെ, ഈ ജീവിതം അത് എന്താണ് ആലോചിച്ചിട്ടുണ്ടോ? ഒരു സ്വപ്നം മാത്രമാണത്. സ്വപ്നം യാഥാർത്ഥ്യമാകുമെങ്കിൽ ജീവിതവും യാഥാർത്ഥ്യമാകും. യാഥാർത്ഥ്യമല്ലാത്ത ജീവിതം എങ്ങനെ അവസാനിപ്പിക്കും? ഞാൻ യാഥാർത്ഥ്യമാണ്. എന്നെ ആവരണം ചെയ്തു കാണുന്ന ജീവിതം ഇത് മായയാണ്, അത് യാഥാർത്ഥ്യമല്ല. അതുപോലെ അങ്ങും ഞാനും രണ്ടാണെന്ന് തോന്നുന്നു എങ്കിലും നമ്മൾ ഒന്നു തന്നെയാണ് എന്ന് ഭഗവാൻ തൻ്റെ ഭക്തനായ ഉദ്ധവരോട് പറയുന്നു. അതായത് ഭക്തനും കൃഷ്ണനും ഭക്തനും ദേവനും ഒന്നു തന്നെയാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. മായയാകുന്ന കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ രണ്ടു പേരായി കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ പ്രപഞ്ചവും മായ കൊണ്ടുള്ള വെറും തോന്നലാണ്. മായയെ അകറ്റുവാൻ ഏറ്റവും എളുപ്പമായ മാർഗം അത് ഭക്തിയാണ്. ഭക്തിയാണ് എന്നെ പ്രാപിക്കുവാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം. അതുകൊണ്ട് അങ്ങ് ഭക്തിയോടുകൂടി ജീവിക്കുക എന്ന് പറയുന്നു. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞപ്പോൾ വീണ്ടും ഉദ്ധവര് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഭഗവാനെ, അവിടുന്ന് എവിടെ പോകുന്നുവോ അവിടേക്ക് എന്നെ കൂടി കൊണ്ടുപോകണം എന്ന് പറയുന്നു. അപ്പോൾ കൃഷ്ണൻ വീണ്ടും പറയുകയാണ്, ഉദ്ധവരെ, അങ്ങ് സങ്കടപ്പെടാതിരിക്കും. എന്നിൽ വിലയം പ്രാപിക്കുവാനുള്ള പുണ്യമായ അവസരം അങ്ങേക്ക് ആയിട്ടില്ല. ഈ യാദവ വംശവും ദ്വാരകയും ഉടൻ തന്നെ നശിക്കും. നാശത്തിലേക്കാണ് പോകുന്നത്. യാദവർ ധർമ്മം വെടിഞ്ഞ് അഹങ്കാരികളായി തീർന്നിരിക്കുന്നു. മദ്യപാന മതോന്മത്തരായി മതിമറന്ന് ജീവിക്കുകയാണ് അവർ നശിക്കണം. അധർമ്മികളിൽ ഞാൻ ദയാലുവല്ല. ഞാൻ ഉടനെ ഈ ഭൂതലം വെടിഞ്ഞ് എൻ്റെ കാരണമായ വിഷ്ണുവിൽ ലയിക്കും. അതോടുകൂടി ഈ ദ്വാരകയെ സാഗരം വിഴുങ്ങും. അർജുനനെ വരുത്തുവാൻ ഞാൻ ആളെ അയച്ചിട്ടുണ്ട്. അർജുനൻ വന്ന് അവശേഷിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും രക്ഷിക്കും. പരസ്പര കലഹത്തിൽ കൂടി ശ്രേഷ്ഠമായ യാദവ വംശം ഉടൻ തന്നെ നശിക്കും. അത് കണ്ടുകൊണ്ട് വേണം എനിക്ക് വൈകുണ്ഠത്തിലേക്ക് പോകുവാൻ. ഭക്തോത്തമനായ അങ്ങ് പക്ഷേ ഇതൊന്നും കാണുവാൻ ഇവിടെ നിൽക്കണ്ട. അങ്ങ് നേരെ ബദര്യാശ്രമത്തിൽ പോയി നരനാരായണമൂർത്തിയെ തപസ്സു ചെയ്ത് എന്നിൽ വിലയം പ്രാപിച്ചു കൊള്ളുക. എൻ്റെ ഭക്തകളായ ഗോപസ്ത്രീകളും യശോദയും നന്ദഗോപരും ഭൂതലവാസം വെടിഞ്ഞ് സായുജ്യപദം നേടിയിരിക്കുന്നു. വൃന്ദാവനവാസികളായ ഗോപന്മാരും പെട്ടെന്ന് തന്നെ ആനന്ദ സ്വർഗം പ്രാപിക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് കൃഷ്ണൻ ഉദ്ധവരെ ധാരാളം തത്വജ്ഞാനങ്ങൾ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. ആ ഉപദേശങ്ങളെല്ലാം സ്വീകരിച്ചതിന് ശേഷം ഉദ്ധവര് പെട്ടെന്ന് തന്നെ
ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ബദരിയാശ്രമത്തിലേക്ക് പോകുവാൻ തയ്യാറാകുന്നു. ആ സമയത്ത് കൃഷ്ണൻ ഒരു കാര്യം ഉദ്ധവരെ ഓർമ്മിപ്പിക്കുന്നു. പറയുകയാണ്, ഉദ്ധവരെ, കൃതയുഗത്തിൽ തപസ്സുകൊണ്ടും ത്രേതായുഗത്തിൽ യാഗങ്ങൾ, ദ്വാപരയുഗത്തിൽ അർച്ചനകൾ കൊണ്ടും ഒരു ഭക്തന് സായുജ്യം നേടാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അങ്ങോർക്കുക, കലിയുഗത്തിൽ തപസ്സോ യാഗമോ അർച്ചനയോ ഒന്നും വേണ്ട. വെറും ഭഗവാന്റെ കീർത്തനം കൊണ്ട് മാത്രം ഒരു ഭക്തന് സായുജ്യം നേടാൻ സാധിക്കുമെന്ന് അങ്ങ് ധരിച്ചു കൊള്ളുക എന്ന് കൃഷ്ണൻ ഉദ്ധവരെ ഉപദേശിക്കുന്നു. ഈ തത്വം നാരദ മുനി വസുദേവർക്കും ഉപദേശിച്ചു കൊടുക്കുകയുണ്ടായി. ഈ സമയം പ്രഭാസ തീർത്ഥത്തിലേക്ക് യാദവന്മാരെല്ലാവരും പുറപ്പെടുകയാണ്. അവര് അവിടെ പോയി പുണ്യസ്നാനം ചെയ്ത് വ്രതമനുഷ്ഠിക്കുവാൻ വേണ്ടി പോകുന്നവരാണ്. പക്ഷേ അവരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? മദ്യമുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് നമ്മൾ ഇപ്പോൾ കാണുന്ന കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. നമ്മുടെ നാട്ടില് ഏതൊരു കാര്യം വന്നാലും അതിനൊരു മദ്യസൽക്കാരമുണ്ട്, അല്ലേ? ഒരു കല്യാണം വരുന്നു, ഒരു വീടിൻ്റെ പാല് കാച്ചു വരുന്നു, ഒരു കുട്ടിയുടെ പിറന്നാള് വരുന്നു, നമ്മുടെ മാതാപിതാക്കളുടെ ജന്മദിനം വരുന്നു. എല്ലാത്തിനും മദ്യസൽക്കാരമാണ്, അല്ലേ? എവിടെങ്കിലും ഒന്ന് വിനോദയാത്രയ്ക്ക് പോകുന്നു, മദ്യവും കൊണ്ടാണ് പോകുന്നത്. അതുപോലെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. എല്ലാവരും വ്രതമനുഷ്ഠിക്കുവാൻ പോവുകയാണ്. പക്ഷെ അവരുടെ കയ്യിൽ മദ്യമുണ്ടായിരുന്നു. ഏതു സമയവും മദ്യലഹരിയിൽ മുഴുകിയായിരുന്നു ആ കാലത്തുള്ള അവരുടെ നടപ്പ്. ദേവപ്രീതിക്ക് ഏറ്റവും വിശിഷ്ടമായ സാധനം എന്ന നിലയിൽ അവർ ഓരോരുത്തരും മദ്യം കൈവശം കരുതുകയും ചെയ്തു. അവരുടെ വിചാരം ഭഗവാൻ ഏറ്റവും ഇഷ്ടം മദ്യമാണ്, മദ്യമങ്ങ് നേദിക്കാം എന്ന്. ആ കൂട്ടത്തിൽ കൃഷ്ണന്റെ പുത്രന്മാരും അവരുടെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും മദ്യപാനികളായി തീർന്നിരിക്കുന്നു. ഭഗവാനിൽ കൂടി യാദവർക്ക് പ്രതാപവും പ്രശസ്തിയും സമ്പത്തും സൗഭാഗ്യവും ഉണ്ടായപ്പോൾ സ്വാഭാവികമായി അവര് അഹങ്കാരികളായി തീർന്നു. അഹങ്കാരം വർദ്ധിച്ചപ്പോൾ ആനന്ദത്തിന് വേണ്ടി വർജിക്കേണ്ടുന്ന മദ്യത്തെയും അവര് സ്വീകരിച്ചു. കൃഷ്ണനെ പോലും അവർക്ക് ഭയമില്ല എന്ന മട്ടായി. അതാണ് അവർ ആകെ നശിക്കണമെന്ന് കൃഷ്ണൻ തീരുമാനിച്ചത്. ഹരേ കൃഷ്ണ. അങ്ങനെ ഈ മദ്യമൊക്കെയായി അവരെല്ലാവരും അങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആ യാത്രയുടെ മധ്യത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു. ആ സംഭവങ്ങൾ നമുക്ക് നാളെ പറയാം. ഭഗവാന്റെ സ്വർഗാരോഹണത്തിനുള്ള സമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ജോലികളും മാറ്റിവെച്ച് ഒരു 10-15 മിനിറ്റ് മാധവത്തിൻ്റെ കൂടെ ഇരുന്ന് ഭഗവാന്റെ കഥകൾ കേൾക്കണം. ഇവിടെ ഭഗവാൻ തന്നെ ഉദ്ധവരിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. എന്ത്? കൃതയുഗത്തിൽ തപസ്സുകൊണ്ടും ത്രേതായുഗത്തിൽ യാഗങ്ങൾ കൊണ്ടും ദ്വാപരയുഗത്തിൽ അർച്ചനകൾ കൊണ്ടുമാണ് സായുജ്യം നേടിയത്. എന്നാൽ കലിയുഗത്തിൽ തപസ്സോ യാഗമോ അർച്ചനയോ ഒന്നും വേണ്ട. ഭഗവാന്റെ കീർത്തനം, ഭഗവൽ കീർത്തനം കൊണ്ട് ഒരു ഭക്തന് സായുജ്യം നേടാൻ സാധിക്കുമെന്ന് നാമം ജപിച്ചു കൊള്ളുക, ഭഗവാന്റെ കഥകൾ പറഞ്ഞുകൊള്ളുക. അതുമാത്രം മതി. അതുമാത്രം മതി ഒരു ഭക്തന് സായുജ്യം നേടുവാൻ. ഇത് ഭഗവാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് കഥ കേൾക്കാൻ എല്ലാവരും
ഇനിയുള്ള ദിവസങ്ങളിൽ മടിക്കാതെ മാധവത്തിൻ്റെ കൂടെ ഇരുന്ന് കഥ കേൾക്കണം, നാമം ജപിക്കണം, ഭഗവാനെ സ്നേഹിക്കണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.